ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 16 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മിക്സഡ് ഓപ്പറ എന്ന് നേടുന്ന മലയാള സിനിമയാണ് വരവ്. ചിത്രത്തിൽ അർജുൻ അശോകൻ, ദീപക് പറമ്പോൾ, അഭിമന്യു തിലകൻ, മുരളി ഗോപി, സാനിയ അയ്യപ്പൻ, ബാബുരാജ്, വാണി വിശ്വനാഥ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരുന്നത് AK സാജനാണ്. സാം CS ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗായി ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്യുന്നത് 15 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 1.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരവ് ആദ്യ ദിവസം കേരളത്തിൽ വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 20 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,70 ലക്ഷം റേഞ്ചിലാണ് ഇന്ത്യൻ ഗ്രോസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 2.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 9 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഐ നോബഡി. ചിത്രത്തിന്റെ 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 7 കോടി 1 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 88 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 40 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 7 ദിവസം കൊണ്ട് 8 കോടി 92 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 5 കോടി 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ സ്വന്തമാക്കിയിരിക്കുന്നത് 14 കോടി 1 ലക്ഷം രൂപയാണ്. 8-ാം ദിവസം എന്ന വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 7 കോടി 25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് 14 കോടി 25 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂലൈ 3 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയുടെ ഗാട്ട ഗുസ്തി 2 ചിത്രം 13 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 13 ദിവസം കൊണ്ട് 36 കോടി 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 2 കോടി 47, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 11 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 40 കോടി 13 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 7 കോടി 75 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 47 കോടി 88 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ 10 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രം 6 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 19 കോടി 80 ലക്ഷം രൂപയും തെലങ്കാനയിൽ 18 കോടി 83 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 4 കോടി 11 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 43 കോടി 57 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 52 കോടി 87 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 24 കോടി 80 ലക്ഷം രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി 26 കോടി 53 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ സിനിമ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 16 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 111 കോടി 56 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 16 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് 127 കോടി 66 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 81 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നിലവിൽ 60 കോടി 39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 135 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. മാഡോക്ക ഫിലിംസ് നിർമ്മിച്ച് ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സെനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള 27 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 35 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസായി 117 കോടി 27 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് 30 കോടി 2 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 147 കോടി 29 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 75 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് 67 കോടി 88 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.